ഈ ഉടുത്തമുണ്ടല്ലാതെ അടിയന്തയില് വേറൊന്നുമില്ല. ഉണ്ടല്ലോ തന്റെ സമയം. സമയോ? സമയം ഇപ്പൊ എങ്ങനെയാ പണയം വെക്കാ തമ്പുരാൻ? വെക്കാലോ. സമയത്തേക്കാൾ വിലയുള്ളതായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അടിമച്ചന്തയിലെ വേശികളുടെയും തെമ്മാടികളുടെയും ഇടയിൽ നിന്ന് വിലപേശി വാങ്ങി പൊന്നാനിക്ക് കപ്പൽ കയറ്റാൻ നിന്ന കച്ചവടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട് കൊടും കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം പുഴ കടക്കാൻ വയ്യാണ്ട് എവിടെ എത്തിയ പാണൻ ഇപ്പൊ എന്റെ മുന്നിലിരുന്ന് പകിട കളിക്കണമെങ്കിൽ അത് തന്റെ സമയം. അതല്ലേ സത്യം. കുമാരൻ പറയാ. ഒഴിക്കാതെ പോയത് ശരിയായില്ല. അതാണോ മര്യാദ? ഒഴിച്ചിട്ട് പോകായിരുന്നില്ലേ? ചോര തുപ്പണം. തനിക്ക് പോകാൻ അനുവാദമില്ല. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരിക്കും, ഇത് രണ്ടും പകിടണം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ആരാണെന്ന് അറിയണമെങ്കിൽ ഈ മനയുടെ ചരിത്രം അറിയണം. മഹാമാന്ത്രികനായ ചുടലംപോറ്റിയെ കുറിച്ച് അറിയണം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അഥർവവേദാചാര്യായ ചുടലംപോറ്റി കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ച് വരാഹിയെ പ്രത്യക്ഷപ്പെടുത്തി. പോറ്റിയുടെ ഭക്തിയിൽ സംപ്രീതയായ വരാഹി അദ്ദേഹത്തിന് ഒരു മാന്ത്രിക ചെല്ലം സമ്മാനിച്ചു. ആ ചെല്ലത്തിനുള്ളിൽ അമാനുഷിക ശക്തിയുള്ള ചാത്തനായിരുന്നു. ചാത്തനെ ഉപയോഗിച്ച് പോറ്റിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാമെന്ന് പറഞ്ഞ് വരാഹി അപ്രത്യക്ഷമായി.
എന്നാൽ പോറ്റി ചാത്തകയെ തന്റെ അടിയാക്കി വെച്ച് പരമാവധി ദ്രോഹിച്ചു. മുട്ടിയ ചാത്തൻ ഒരു ദിവസം മദ്യപിച്ച് ലക്കുകെട്ട പോറ്റിയോട് തന്റെ വായിലേക്ക് നോക്കിയാൽ നരകം കാണാമെന്ന് പറയുന്നു. മദ്യലഹരിയിലായിരുന്നു പോറ്റി. വായിലേക്ക് നോക്കിയതും ചാത്തൻ പോറ്റിയുടെ ആത്മാവിനെ വലിച്ചെടുത്തു കൊന്നു. അങ്ങനെ പോറ്റിയിൽ നിന്നും സ്വതന്ത്രനായ ചാത്തൻ മനം മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കി. അവിടുത്തെ അംഗങ്ങളെ എല്ലാം നിർദ്ദയം കൊന്നൊടുക്കി. അതിശക്തരായ പല മന്ത്രവാദികൾ വന്ന് ശ്രമിച്ചിട്ടും ചാത്തനെ തളയ്ക്കാൻ സാധിച്ചില്ല. ഒടുവിൽ മനക്കിലെ അവസാനത്തെ സന്തതിയായ കുടുംബൻ പോറ്റി ചാത്തനെ കൊല്ലിക്കാനെത്തി. ഇത് ക്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.